എടാ നിങ്ങൾ ഏതെങ്കിലും രണ്ടാൾ ഏതെങ്കിലും ഒരു പാട്ട് പാടി, രണ്ടാൾ രണ്ട് പാട്ട് പാടി കഴിഞ്ഞാൽ എങ്ങനെയാ? എന്റെ പാട്ടും എന്റെ ജീവിതശൈലി ഞാൻ ഒരിക്കലും ആർക്കും വേണ്ടി അടിയറ വെക്കൂല. ഞാൻ എന്റെ രീതിയിൽ മൻസൂർ ഒന്ന് നിർത്തോ പ്ലീസ്? ഒരു ധൈര്യം കൂടെ അല്ലെങ്കിൽ കേക്ക് വരിപ്പത്തിക്കൂടും. എന്റെ മാറ്റാൻ ഒരു സന്തോഷ നിമിഷം അല്ലെങ്കിൽ ആ ഒരു സന്തോഷ നിമിഷത്തിന്റെ ഭാഗമാവാൻ പോണ സമയത്ത് നിങ്ങൾ രണ്ടാളും ഇങ്ങനെ അലമ്പാക്കില്ല പ്ലീസ്. എന്റെ നിലപാട് വിട്ടുള്ള ഒരു കളിക്ക് ഞാൻ ആർക്കും ഒന്നും കൊടുക്കൂല. മൻസൂർ നിർത്ത്, ആരെങ്കിലും അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണത്? ഞാൻ നിർത്തി കഴിഞ്ഞാൽ സംഗീതം നിശ്ചലമോ അതുകൊണ്ടാണ് നിർത്താത്തത്. അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോണത്. നിരന്തരമുള്ള മൻസൂറിന്റെ പാട്ടായിട്ടാണ്. അതെ, നൗഷാക്കൊക്കെ പറയുന്നുണ്ട്. നൗഷാക്ക് പറഞ്ഞു നൗഷാനൊക്കെ എന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. സത്യം എന്റെ പാട്ട് അല്ല വേണ്ട, മ്യൂസിക് കോപ്പിറൈറ്റ് വരുന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ആ പാട്ട്. മക്കളെ ഇത് ഞാൻ നൂറ്റാണ്ടിന്റെ ഗായകനെന്ന് എനിക്ക് വിളിപ്പേരുള്ള ഞാൻ വളരെ കുറച്ച് മാത്രമേ പാടാനുള്ളൂ. ഇത് പാടിനോടത്തോളം ധാരാളമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നൂറ്റാണ്ടിലെ പാട്ട് ഞാൻ പാടാത്ത പാട്ടുകളില്ല, ഈ കേറാത്ത സ്റ്റേജുകളില്ല, ഇനി വായിക്കാത്ത വരികളില്ല. പറയണ്ട. ഏതായാലും അപ്പൊ നമ്മൾ വായക്ക് രുചിയുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതും പാലിനേക്കാൾ വെളുപ്പമായിട്ടുള്ള എന്റെ പാട്ടുകൾ ഏകദേശം ലോകം കാത്തിരിക്കുകയാണ്. 11 മണിയാണ് സമയം കേട്ടോ. 11 മണി. ഒരു കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടി ലോകം കാത്തിരുന്നിരുന്നു. ലീഗ് ഇവിടെ വന്നിട്ടുള്ളത്, ലീഗ് ഇവിടെ കൊടുത്തിട്ടുള്ളത് റോഡുകളും അതുപോലെ തന്നെ കുന്നുമലകളൊക്കെ. ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി കുഞ്ഞാലിക്കുട്ടീനെ പിണറായി വിജയൻ വന്നോട് കൂടിയിട്ട് ഇവിടെ പിണറായിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏതായാലും കുഞ്ഞാലിക്കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, സൗദി അറേബ്യന്റെ ആഭ്യന്തരമന്ത്രി കുഞ്ഞാലിക്കുട്ടി. ഐസ്ക്രീം ഐസ്ക്രീം എല്ലാരും കോൺഗ്രസിന് വാങ്ങണ്ട, യു ഡി എഫിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തില് വീഡിയോ എടുക്കാൻ വേറെ നിർത്തില്ലല്ലോ, വേറെ പണിയില്ലല്ലോ. അപ്പൊ ഏതായാലും നമ്മളിപ്പോ സമയം ഏകദേശം എത്ര സമയം 11 മണിട്ടോ അങ്ങനെയുണ്ട്. അപ്പൊ നമ്മളിപ്പോ പോണത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോണ്. അക്കാഡമിയാന്ന് പറഞ്ഞൊരു ഗ്രൗണ്ട് പറഞ്ഞത് എനിക്കറിയാം, പടിഞ്ഞാറോ. അപ്പൊ ഏതായാലും നമ്മള് ഇന്നൊരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് വന്നതാണ്. അപ്പൊ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന വേറെ ആർക്കും ഞങ്ങൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്തു കൂടി ആയിട്ടുള്ള നസ്രുവിനാണ്. ആ നസ്രുവിന്റെ സർപ്രൈസ് ഗിഫ്റ്റ്. അത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഒറ്റയ്ക്ക് വഴി വെട്ടിയിട്ട് തന്റെ ജീവിതത്തിന്റെ ആ ഒരു പറയാ പച്ചയായിട്ടുള്ള ആ ഒരു പച്ചപ്പ് അദ്ദേഹത്തിന് ഇനി കയറാത്ത ഓഫീസുകളില്ല, അദ്ദേഹം കുടിക്കാത്ത മുദ്രാവാക്യങ്ങളില്ല, അദ്ദേഹം വിളിക്കാത്ത മുദ്രാവാക്യമോ പിടിക്കാത്ത കൊടികളില്ല. അദ്ദേഹം ജീവന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ നടക്കാത്ത ഈ മരുഭൂമിയിൽ കൂടി. ഒരു കാര്യം വഴിക്കെന്താ തമിഴിൽ പറയാ? വഴിക്കെന്താ തമിഴിൽ പറയാ? എന്താ വളി വളി വെട്ടി വന്നവൻ മാധവ ഇന്ത വളി പോടി, ഇന്ത വളി ഇന്ത വളി പോടി. ഒറ്റക്ക് വളി വെട്ടി വന്നവൻ തനിയാ വളി വെട്ടി വന്നവണ്ടാ. എന്താണ് അവിടെ കല്യാണം? നസ്രുവിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇവിടെ ഫുള്ള് വണ്ടികളാണല്ലോ. ഓക്കെ, അപ്പൊ ഏതായാലും അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രൗണ്ട് ആട്ടോ. വേണ്ട, നമുക്ക് ആദ്യം അത് കൊടുക്കണ്ടേ, സാധനം കൊടുക്കണ്ടേ. ഏതായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ മൊത്തം ഇസ്തിറാഹകളാണ്. ഇവിടെ അല്ല 100 എത്ര നമ്പർ. അപ്പൊ ഏതായാലും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഞങ്ങൾ കൊടുക്കുന്ന കാഴ്ചകളൊക്കെ പിന്നീട് കാണിക്കാം. ഓക്കെ, പിന്നെ സർപ്രൈസ് വീഡിയോ മാസങ്ങൾക്ക് മുമ്പ് കൊടുത്തിട്ടുള്ള വാടാത്ത പൂവാണ് ഇന്നും സൂക്ഷിക്കുന്നു അദ്ദേഹം പ്രിയപ്പെട്ടവരുടെ ഹൃദയമായിട്ട്. അപ്പൊ നസ്രുവിന്റെ ബർത്ത്ഡേ ഞങ്ങളിവിടെ കേക്ക് കട്ടിയത് ഇതിന് കണ്ണോക്കടാ, ഇതിന് കണ്ണോക്കടാ. 28 വയസ്സ് 12 കൊല്ലം മുമ്പ്.
അപ്പൊ ഏതായാലും നസ്രുവിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ ജന്മദിനാശംസകളും നേരാണ്. ഇതിന് എന്താ എഴുതിക്കണത്? ഹാപ്പി ബർത്ത്ഡേ സ്നേഹം കൊണ്ടാ. വരി എല്ലാരും വട്ടത്തിൽ പാർട്ട് ഓഫ് കോപ്പി റൈറ്റ്. നോക്കും എപ്പ ഇറങ്ങിക്കണോ? 9:45 വണ്ടി കയറിയത് അവിടെ വണ്ടി തട്ടി ചെയ്തിരിക്കുന്നു. ഓക്കെ റെഡി. ഒരു 100 സ്വപ്നവും റെഡി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ആദ്യത്തെ പീസ് എന്റെ പെണ്ണുങ്ങൾക്ക് കുട്ടികൾക്ക് ആദ്യത്തെ പെണ്ണുങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. അതാണ് കുട്ടി. അങ്ങനെ വർഷത്തിൽ ആദ്യമായിട്ടാണ്, വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നസ്രുവിന് ജന്മദിനുള്ളൂ. അനക്കൊക്കെ രണ്ടെണ്ണുണ്ടോ വർഷത്തിൽ? അറബി മാസം ഇംഗ്ലീഷ് മാസം അങ്ങനല്ലേ? നസ്രു എന്ന് പറയുമ്പോൾ രാജിലെ ഇടറേഞ്ചിൽ ഇടം പിടിച്ചുള്ള വ്യക്തിയാണ്. അതെ അതെ അതെ. അദ്ദേഹം ഒറ്റയ്ക്ക് വഴി കെട്ടി വന്നവരാണ്. നസ്രു ഈ ഒരു സന്തോഷം ഈ ഒരു സന്തോഷ നിമിഷത്തിൽ താങ്കൾക്ക് എടാ കഴിക്കണ ഇയല്ലോ എനിക്ക് കേൾക്കണമെന്ന്. താങ്ക് യു മോനെ, താങ്ക് യു സോ മച്ച്. അപ്പൊ വീഡിയോ ഓഫ് ആവില്ല. സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങി. അല്ല ക്യാമറ അങ്ങോട്ട് വരില്ല, നിങ്ങൾ പ്രതീക്ഷയില്ലല്ലോ. ഈ നല്ല ഉറക്കായിരുന്നു അല്ലേ? അങ്ങനെ ഉറക്കത്തിലാകുന്ന സമയത്താണ് നമ്മൾ ഞെട്ടിക്കൽ ബിരിയാണി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതും അതിന്റെ മറ്റൊരു വേഷം. ഇവരെ പാടാ കമോൺ. ഫുഡ് വേണ്ടേ? ഫുഡ് കഴിക്കണ്ടേ? ഞാൻ നസ്രുവിന്റെ ചെലവ്. ഹായ് ഗൈസ്. നസ്രുവിന്റെ ഹൃദയത്തിൽ 500 ബില്ലായി തരാം.